ഹായ്, ഞാൻ നിത ഫസ്ലി. ഖത്തറിലെ ക്വാണ്ടിറ്റി സർവേറായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങളൊരു ഫീമെയിൽ സിവിൽ എഞ്ചിനീയർ ആണോ? നിങ്ങൾക്ക് കരിയറിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യണം, അതേപോലെ കരിയറും കുടുംബത്തിന്റെയും റെസ്പോൺസിബിലിറ്റീസ് ഒരേ സമയം എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നവരാണോ? ഈ വീഡിയോയിൽ ഇതിനെ കുറിച്ചുള്ള എന്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസും വ്യൂ പോയിന്റ്സും ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വ്യൂ പോയിന്റ്സും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ സ്റ്റേ ചെയ്യുന്നത് ഒറ്റയ്ക്കൊരു വീട്ടിലല്ല, നമ്മളുടെ ഇൻലോസ് എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വർക്ക്, ഹൗസ് ഹോൾഡ് വർക്ക് നമ്മൾക്ക് വരാറില്ല. അപ്പൊ നമുക്ക് ഉള്ള ജോബ്സ് നമ്മൾ നമ്മുടെ വർക്കിംഗ് ടൈം ആവുന്ന സമയത്തേക്ക് നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് കുറച്ച് ടൈം മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇപ്പം ഒരു 9 to 5 ആയിരിക്കും നമ്മളെ ജോബിന്റെ ഒരു ഷിഫ്റ്റ് വരുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു 9 o'clock ആവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണോ ഉള്ളത് അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ള ഒരു വീട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെറിയ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് ഒരുപാട് വലിയൊരു ടാസ്ക് ആയിട്ട് അത് മാറാറില്ല. പക്ഷേ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളവരുടെ കേസസ് ഞാനിപ്പോ ഒരുപാട് നമ്മളുടെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ കേട്ടിട്ടുള്ളത്, അവരൊക്കെ സ്വയം ഒരു വീട്ടിലായിരിക്കും. മീൻസ് അവരും അവരുടെ ഹസ്ബൻഡ് അവരുടെ കുട്ടികൾ. സോ അവർക്ക് ചിലപ്പം ആ ഒരു 9 o'clock ആവുന്ന സമയത്തേക്ക് ജോബിന് അവർക്ക് കയറണമെങ്കിൽ ആ ഒരു 9 o'clock മുന്നേ അവരുടെ ചിൽഡ്രനെ സ്കൂളിൽ പറഞ്ഞയക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡ്സിന് അവർക്ക് ജോബിന് പോവാനുണ്ടാവും. ഈ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യണം. സോ ബേസിക്കലി എല്ലാവരും ഒരു ഷെഡ്യൂൾ സെറ്റ് അല്ലെങ്കിൽ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാണ് ചെയ്യുക. മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. ഇപ്പം അവർ ചിലപ്പോ ഒരു ബേസിക്കലി എല്ലാവരും എണീക്കുന്നതിനേക്കാളും അവരുടെ വേക്കപ്പ് ടൈം ചിലപ്പം കുറച്ച് ഏർലി ആയിരിക്കും. അവർ മുന്നേ എണീക്കുന്നു, അവരുടെ ഒരു റുട്ടീൻ പോലെ സെറ്റ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിന്റെ ശേഷമായിരിക്കും അവർ വർക്കിന് കയറുന്നത്. സോ ഇവർക്ക് ഒരു ഫുൾ ടൈം ജോബാണ്. ബാക്കി എല്ലാ ആളുകൾക്കും ഇപ്പം നമ്മള് ബാക്കി മെന്നിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 9 to 5 വർക്ക് ഉണ്ടാവാം, പക്ഷെ ബാക്കിയുള്ള സമയമൊക്കെ അവര് റെസ്റ്റിംഗ് ടൈം ആണ്. അവർക്ക് വേറെ ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ജോബിന്റെ വർക്ക് ടൈം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഫുൾ ടൈം വർക്കിംഗ് ആണ്. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ ആളുകൾ ഉണ്ടാവും, അവരെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനത്തെ കുറെ കേസസ് ഉണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ എന്റെ തന്നെ ഒരു റിലേറ്റീവിന്റെ കാര്യം നമുക്ക് എടുത്തു നോക്കാം. അവര് അബ്രോഡ് ആണ്. അവർക്ക് രാവിലെ 7 o'clock ആവുന്ന സമയത്തേക്ക് അവർക്ക് വർക്കിന് പോകണം. 2 ടോഡ്ലേഴ്സ് ആണ് അവർക്ക് ഉള്ളത്. സോ അവര് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അവരെ കുട്ടികളെ നോക്കാൻ മെയ്ഡ് വരും. പക്ഷെ ആ ഒരു സമയം ആവുന്ന സമയത്തേക്ക് എന്ത് ചെയ്യണം, ഇവർക്കുള്ള ഫുഡ് സെറ്റ് ചെയ്ത് വെക്കണം, ഹസ്ബൻഡിനുള്ള ഫുഡ് കാര്യങ്ങൾ പാക്ക് ചെയ്യണം. ഇതെല്ലാം ഇവർ ചെയ്തിട്ടാണ് ഇവർ വർക്കിന് പോകുന്നത്. വർക്കിന് പോയി കഴിഞ്ഞ് ഇവര് വർക്ക് കഴിഞ്ഞിട്ട് വന്നാലും ഇവർക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടാകും. ഇതിന്റെ ഇടയിൽ ഇതെല്ലാം മാനേജ് ചെയ്യാനുള്ള അവർക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാഷന്, അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആണല്ലോ എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരു എനർജി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഒരു ഓൺ ഹൗസിൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ട ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ നമുക്ക് ഡെയിലി റൂട്ടീനിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമുക്കത് വേറൊരാളെ ചുമതലപ്പെടുത്തേണ്ട ആ ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ എന്റെ കേസ് നോക്കുമ്പോൾ വന്നിട്ടില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന, കാരണം ആ ഒരു വർക്ക് ടൈമിലേക്ക് ഞാൻ കയറുന്ന സമയം എത്രയാണോ ആ ഒരു സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം വർക്ക് മാത്രമേ എനിക്ക് ചെയ്യാൻ ഉണ്ടാവാറുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലുള്ള പോലെ തന്നെ സ്വന്തമായിട്ട് ഒരു വീട്ടിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾസ് കുറവാണ്, അവർക്ക് ആരുമില്ല അവിടെ അവരുടെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നത് നമ്മൾ കേൾക്കാറ്, കുറെ സ്പൗസ് ഹെൽപ്പ് ചെയ്യും, അതേപോലെ കുട്ടികൾക്കൊക്കെ തന്നെ അവർ ഓരോന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. സോ നിങ്ങളുടെ ഈ ഒരു കാര്യം നിങ്ങൾ ഓൺ ചെയ്തോളണം എന്ന് അവർ പറയും. ഇങ്ങനെ ഓരോ അവരുടെ കുട്ടികളെ തന്നെ അവർ ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് ആയിരിക്കും. ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം ആ ഒരു സർക്കിളിൽ നടക്കുന്നത്. ഇല്ല എങ്കിൽ എന്നിട്ടും ഒരാൾ മാത്രം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തായിട്ടും ഭയങ്കരമായിട്ട് ഹെക്റ്റിക് ആയി പോകും. ഇത് അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് പേരെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, എന്റെ കുട്ടികൾ അവരുടെ കാര്യങ്ങളൊക്കെ സ്വയമാണ് ചെയ്യാറെന്ന്. ആ ഒരു റുട്ടീനിലേക്കൊക്കെ കുട്ടികളെ എത്തിക്കുന്നത് ഇതേപോലുള്ള സാഹചര്യങ്ങളായിരിക്കും. ഇവർക്കിപ്പം ഒരാൾക്കിപ്പം പാരന്റ്സിന് രണ്ടുപേർക്കും വർക്ക് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, കുട്ടികളുണ്ടെങ്കിൽ ആ 2 കുട്ടികളടുത്തും പറയും, ഓക്കെ, അവർക്കും നോൺ ആയിരിക്കും. ഇവര് സ്കൂളിൽ പോകുന്ന പോലെ തന്നെ പാരന്റ്സ് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാകും. സോ ഇവര് പോകുന്ന സമയം ആവുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് എന്ത് ചെയ്യും, അവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കും. ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പം പാരന്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ
കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതെല്ലാം പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, പാക്ക് ചെയ്ത് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഇങ്ങനെ എല്ലാരും കൂടെയുള്ള ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, എല്ലാരും സഹകരിച്ച് എല്ലാരും കൂടെ ഒരുമിച്ച് പോയാൽ മാത്രമാണ് ഇതെല്ലാം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക. അതല്ലാതെ ഒരാളെ മാത്രം, ഈ ഒരു വർക്കിംഗ് വിമണിനെ തന്നെ എല്ലാത്തിനും കണക്കാക്കി കഴിഞ്ഞാൽ അത് ചിലപ്പം എത്രത്തോളം പോസിബിൾ ആവണമെന്ന് പറയാൻ പറ്റില്ല. സോ ബേസിക്കലി എന്റെ കാര്യം എടുത്ത് എനിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റാത്തത്, എനിക്ക് ജസ്റ്റ് 4 months ഉള്ള ബേബിയാണ് ഉള്ളത്. സോ അത് ഡിപ്പെൻഡ് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കിതിന് എന്റെ ഓൺ എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതേപോലുള്ള സിമിലർ എക്സ്പീരിയൻസിലുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിന് റിപ്ലൈ പറയുന്നത്. അപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെറിയ 4 months ആയിട്ടുള്ള ബേബി ആണുള്ളത്. സോ അവന്റെ ഒരു റുട്ടീൻ നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പം മോർണിംഗ് ഒരു 7 to 8 ആകുമ്പോൾ അവൻ എണീക്കുന്നുണ്ടാവും. സോ ആ ഒരു സമയത്ത് നമ്മൾ അതിന്റെ മുന്നേ എന്തായിട്ടും എണീക്കുമല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ചെയ്യാനുള്ള ചെറിയ ചെറിയ പണികൾ ഉണ്ടാവും. അത് നമ്മൾ കഴിയുന്ന സമയത്തേക്കും ബേബിനെ നോക്കണം. അപ്പൊ ബേബിനെ നോക്കി അവനെ ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വർക്കിന് കയറാനുള്ള സമയമാവുന്നുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യും, ഒരു റുട്ടീൻ സെറ്റ് ചെയ്യും. ഈ ഒരു ബേബിന്റെ വേക്കപ്പ് ടൈം വരെ നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവനെ നമ്മൾ അതിന് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യിപ്പിക്കും. അന്ന സമയത്ത് ഒരു 8 o'clock ഇപ്പൊ അവൻ എണീക്കുകയാണെങ്കിൽ നമുക്ക് അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെ ഓക്കെ ചെയ്ത് അവന്റെ ബാത്തിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് അവൻ ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വോക്കിന് കയറാനുള്ള സമയമായിട്ടുണ്ടാവും. സോ നമുക്ക് എല്ലാം ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഈസി ആയിട്ട് വർക്കിന് പോകാൻ പറ്റുന്നത്. ഇപ്പം ഞാനൊരു 3 months മെറ്റേണിറ്റി ലീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ബേബിക്ക് 3.5 months ആയ സമയത്ത് ഞാൻ ബാക്ക് ടു ജോബ് കയറി. എന്നിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുമ്പം എനിക്ക് ഒരു ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നിയിട്ടില്ല ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ മുന്നേ ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം നമ്മൾ ആ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവനും അഡാപ്റ്റഡ് ആണ്. ഓക്കെ, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ അവനെ റുട്ടീൻ സെറ്റ് ചെയ്ത് വെക്കും, കുറച്ച് അവർക്ക് പ്ലേ ടൈം കൊടുക്കും, അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വർക്കിനെ അത് ബാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 8 to 9 ഞാൻ പറഞ്ഞു അവരുടെ കാര്യങ്ങൾ. സോ 9:30 ആവുമ്പോൾ എനിക്ക് വർക്കിൽ ജോയിൻ ചെയ്യണം. ബേസിക്കലി വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ഓഫീസിൽ പോവേണ്ട കാര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഓഫീസിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നോ അതേപോലെ തന്നെ നമുക്ക് വർക്ക് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു വർക്ക് ചെയ്യണം. സോ ഒരു 9:30 കയറി കഴിഞ്ഞാൽ 11:30 വരെ വർക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു ഹാഫ് ആൻ അവർ ഞാൻ എന്ത് ചെയ്യും, അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കും. എനിക്ക് ചെയ്യാനുള്ള വർക്ക് ഞാനിപ്പോ ഒരു 5 o'clock സബ്മിറ്റ് ചെയ്യാനുള്ള വർക്ക് ആണെങ്കിൽ ആ ഒരു 5 o'clock തീരുന്ന പോലെ ഞാൻ അതിനെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ആ ഒരു 11:30 to 12 ബ്രേക്ക് എടുത്തിട്ട് മോനെ ഞാൻ ബാത്ത് ചെയ്യിപ്പിക്കുന്നു, അവനെ മെല്ലെ ഉറക്കാൻ കൊടുക്കും. പിന്നെ അവൻ ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡ് കാര്യങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഒരു ഈവനിങ് 5 ആകുമ്പോഴത്തേക്ക് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ടൈം ആണ്. പിന്നെ പ്രശ്നമില്ല. ചില സമയത്ത് നമുക്ക് എന്ത് വരും, എക്സ്ട്രാ വർക്ക് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത വർക്ക് ഉണ്ടാവും. ഇപ്പൊ നാളത്തേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതായിരിക്കാം, പക്ഷെ നമുക്ക് അതിന്റെ ഇടയിൽ ചിലപ്പോൾ മുന്നേ എന്തെങ്കിലും കുറച്ച് ചെയ്ത് വെക്കാനുണ്ടാവും. അല്ലെങ്കിൽ നാളത്തെ വർക്ക് കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം രാത്രി എപ്പോഴേലും നമുക്കിപ്പോ നമ്മളുടെ പാർട്ട്ണറൊക്കെ വന്നു കഴിഞ്ഞാൽ ബേബിനെ അവർ നോക്കുന്ന സമയത്ത് നാളത്തേക്കുള്ള വർക്കിൽ എന്തെങ്കിലും നമുക്ക് ഈസി ആക്കാൻ വേണ്ടി ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മള് നൈറ്റിൽ നമുക്ക് ക്ലാസ്സസ് ഉണ്ട്, നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്. സോ ആ ഒരു സമയവും ഞാൻ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിനെ പാർട്ട്ണർ നോക്കും, അല്ലെങ്കിൽ ഇൻലോസ് എല്ലാവരും ഉണ്ടാവും, അവര് നോക്കും. ഇനിയിപ്പം എന്റെ വീട്ടിലാണെങ്കിലും സെയിം, പാരന്റ്സ് ബേബിനെ നോക്കുന്നു, ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നു. ഇതുവരെ നമുക്ക് ആ ഒരു ഷെഡ്യൂളും നമുക്ക് തെറ്റിപ്പോവാത്ത നമ്മൾ അങ്ങനെ റുട്ടീൻ ആയിട്ട്, പിന്നെ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ പാരന്റ്സും ഇൻലോസും എല്ലാവരും ഉള്ളത് കൊണ്ടാണ് അത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആവുന്നത്. സോ എനിക്കിപ്പം എന്റെ ഓൺ ചൈൽഡിനെ ഞാൻ എഡ്യൂക്കേഷനുള്ള ആ ഒരു ടൈം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതിൽ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ തന്നെ നോക്കുകയാണെങ്കിൽ കസിൻസ് ഉണ്ട്, അതായത് ഉമ്മയുടെ അനിയത്തിയുടെ മക്കള്, അല്ലെങ്കിൽ ഇൻലോന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ കുട്ടികൾ, ഇവരെല്ലാവരും ഉണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും നമ്മളിപ്പം ഒരു സ്റ്റേജ്, നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. സോ ഒബിയസ്ലി അവർക്ക് നമ്മളെ അടുത്തായിരിക്കും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അവർ ചോദിക്കും. സോ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ബേബി ഉണ്ടെങ്കിൽ പോലും ആ ഒരു സമയം കണ്ടെത്തിയിട്ട് ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു
മാത്തമാറ്റിക്സിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ടഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർക്കിനെ ബാധിക്കുന്നില്ല. നമ്മൾ ഇതെല്ലാം നമ്മൾ വലിയൊരു കാര്യമാക്കി എടുക്കുമ്പോഴാണ് എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ആ ഒരു കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വരുന്നത്. ഇതൊന്നും അല്ലാതെ ഓക്കെ എല്ലാം സിമ്പിൾ ആണ്, നമ്മളെ കൊണ്ട് പറ്റും, ആ ഒരു പോസിറ്റീവ് വൈബ് സത്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നടക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 3 months കഴിഞ്ഞപ്പം ജോബില് കയറി എന്നുള്ളത്. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 3 months കഴിഞ്ഞ് കയറിയാൽ എങ്ങനെയാണ് ഒക്കെ നടക്കുമോ, ബേബി ഇല്ലേ, അത് ഭയങ്കര ഹെക്ടിക് ആവില്ലേ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് 6 months ലീവ് എടുക്കുന്നതായിരിക്കില്ലേ ബെറ്റർ, എങ്ങനെയാ പറ്റുമോ എന്നുള്ളത്. പക്ഷെ എനിക്കതൊരു പാഷൻ ആയതുകൊണ്ടും പിന്നെ എനിക്ക് വർക്ക് ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ്. നമ്മളൊരു ഇൻഡിപെൻഡന്റ് അല്ല എന്ന് തോന്നിപ്പോയി എനിക്ക്. നമ്മളിപ്പോ വർക്ക് ഒന്നും ചെയ്യാതെ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് മാറിയ പോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ 3 months കഴിഞ്ഞപ്പോൾ തന്നെ വർക്കിന് ജോയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ വേറെ ബാക്കിയുള്ളവരെ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്കുള്ള നോളജ് നമുക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പം എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്റെ സിസ്റ്റർ ഉണ്ട്, അതായത് എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മോള് കാര്യം പറയാം. അവൾക്കിപ്പോ എക്സാം വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവര് പറയണം ഓക്കെ നിങ്ങൾ പറഞ്ഞു തന്നത് കൊണ്ട് എനിക്ക് ഇത്ര മാർക്ക് ഏൺ ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഹാപ്പിയാണ്. നമ്മൾ എത്ര വർക്കിന്റെ ഇടയിലാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത് എങ്കിലും, അല്ലെങ്കിൽ എത്രയോ ബിസിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞതാണെങ്കിൽ പോലും അത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. സോ അങ്ങനെയാണ് നമ്മൾ ആ ഒരു സമയത്ത് എനിക്കിപ്പം എന്റെ കുട്ടി എന്നല്ല, എന്റെ കസിൻസ് ആയാലും എന്റെ സിസ്റ്റേഴ്സ് ആയാലും എല്ലാവരും എന്റെ ഓൺ ചൈൽഡ് പോലെ തന്നെയാണ് നമ്മൾ അവർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അവരുടെ എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇപ്പം അവർക്കൊരു ഇമോഷണലി ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും അതും ബേസിക്കലി പറഞ്ഞ പോലെ തന്നെയാണ്. ഓൺ ചൈൽഡിന് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം അവർക്കൊരു ഇമോഷണൽ ആയിട്ട് അവരെ ഒന്ന് ഉയർത്തിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ കാര്യമാണ്. ഇപ്പം നമുക്ക് നമ്മുടെ സിസ്റ്റേഴ്സ് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടി ചെയ്യുന്നതായാലും നമ്മളുടെ കസിൻസിന് വേണ്ടി ചെയ്യുന്നതായാലും എല്ലാം. സോ അവരുടെ ഇമോഷണലി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഒരുപാട് പേരെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പം 10th കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടൊക്കെ ഇനി എന്തൊരു കോഴ്സ് എടുക്കും എന്നുള്ള ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള അങ്ങനെ ടെൻഷനൊക്കെ ആയിട്ട് ഡെസ്പ് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മളെ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ എന്റെ ഏറ്റവും യങ്ങർ സിസ്റ്ററിന് ഇപ്പം +2 കഴിഞ്ഞിട്ട് എന്ത് കോഴ്സ് എടുക്കും എന്നുള്ള കൺഫ്യൂഷൻസിലാണ് അവർ നിൽക്കുന്നത്. സോ അവൾ ഉദ്ദേശിച്ച ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ബാഡ് ലക്ക് അവർക്ക് ആ ഒരു കോഴ്സിന് കിട്ടുന്നില്ല. ആ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിരുന്നു. അപ്പൊ നമ്മൾ അവർക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ അവരെ ഇമോഷണലി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവരൊന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഏത് കോഴ്സ് ആണോ നമ്മൾക്കിപ്പോ കിട്ടുന്നത്, നമുക്കിപ്പോ അറിയുന്ന കേസാണ്, നമുക്കിപ്പോ ഒരുപാട് എമൗണ്ട് ഒന്നും കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്കിപ്പം അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം അവളെ ഒരുപാടായിട്ട് ഞാനും മാത്രമല്ല നമ്മളെ ഫാമിലിയിൽ എല്ലാവരും വളരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ ഒരു ഒന്നിനും വേറെ ഒരു കോഴ്സിനും പോവില്ല എന്ന് പറഞ്ഞ് ഡെസ്പായി കിടന്ന ആളെ നമ്മളിപ്പം നമ്മളുടെ എല്ലാവരുടെയും ഇമോഷണൽ സപ്പോർട്ട് കൊണ്ടാണ് അവർ ഉദ്ദേശിച്ച കോഴ്സിൽ നിന്നും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിന് ചേരാന്നുള്ള രീതിയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. സോ അവരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഏത് കോഴ്സിന് പോകുന്നുള്ള കാര്യം അവരുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, അവരുടെ ഫ്യൂച്ചർ എന്താവും അറിയുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ്. സോ അങ്ങനത്തെ ഒരു കേസിൽ അവർ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ്. സോ ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് അവർക്കുള്ള ഹെൽപ്പ് കൊടുക്കാൻ പറ്റുന്നത്. ബൈലിംഗിൾ ഓർ മൾട്ടിലിംഗിൾ സത്യം പറഞ്ഞെങ്കിൽ അതുമായിട്ട് നമുക്ക് എന്റെ പേഴ്സണലി എനിക്ക് അത്ര കണക്റ്റഡ് അല്ല. കാരണം നമ്മളിപ്പം നാട്ടിൽ തന്നെയാണുള്ളത്. ഇപ്പം അബ്രോഡ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അവർ ചിലപ്പം സ്കൂളിൽ പഠിക്കുന്നത് ഒരു ലാംഗ്വേജ് ആയിരിക്കും, വീട്ടിൽ നമ്മളുടെ മദർ ടങ്ക് വേറെ ലാംഗ്വേജ് ആയിരിക്കും. സോ അവര് ബേസിക്കലി സ്കൂളിലായിരിക്കും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 8 hours ഒക്കെ സ്കൂളിലുണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്ലേ ടൈം കാര്യങ്ങള് ഉറക്ക് കാര്യമൊക്കെ ബാക്കിയുള്ള സമയം നോക്കി കഴിഞ്ഞാൽ സ്കൂളിലായിരിക്കും കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത്. സോ അവർ കേൾക്കുന്നതെല്ലാം വേറൊരു ലാംഗ്വേജ് ആയിരിക്കും. സോ അതുമായിട്ട് യൂസ്ഡ് ടു ആകും. പിന്നെ അവര് വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ മദർ ടങ്ങും കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. അതല്ലാതെ നമ്മൾ പറയുന്ന ഒന്നും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, അതല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് നമ്മുടെ ലാംഗ്വേജ് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പാരന്റ്സിന് ഇവരുടെ ബൈലിംഗിൽ അല്ലെങ്കിൽ മൾട്ടിലിംഗിൽ ആക്കാൻ വേണ്ടി അവര് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം എന്റെ തന്നെ കേസ് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ
റിലേറ്റീവ്സ് ഉണ്ട്. അവര് ഇയേഴ്സ് ആയിട്ട് അബ്രോഡ് സെറ്റിൽഡ് ആണ്. സോ ഉപ്പയും ഉമ്മയും എല്ലാം ഇവിടെ വളർന്നത്, അതേപോലെ തന്നെ എൽഡേഴ്സ് എല്ലാരും നാട്ടിൽ തന്നെ വളർന്നു. പക്ഷെ അവരുടെ യങ്ങർ സിസ്റ്റർ എന്താണ്, അബ്രോഡ് ആണ് അവർ ജനിച്ചതും വളർന്നതെല്ലാം. സോ അവർക്ക് എന്താണ് മലയാളം, ഇപ്പം മലയാളത്തിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് എന്താണ് എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ പ്രോപ്പർലി എന്തൊക്കെ മലയാളം വേർഡ്സ് വെച്ചിട്ട് റിപ്ലൈ കൊടുക്കണം എന്നൊന്നും അറിയുന്നില്ല. അപ്പൊ അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം അവരൊക്കെ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കുട്ടികളൊക്കെ പുറത്താണെങ്കിൽ പോലും അവർക്ക് പ്രോപ്പറായിട്ട് നമ്മൾ റൂമിൽ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് മലയാളം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. അതല്ലാതെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, മലയാളം എന്ന ഏറ്റവും കൂടുതൽ ടഫ് ഉള്ള സബ്ജക്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് സബ്ജക്റ്റ് ലാംഗ്വേജസും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാന്നാണ് പൊതുവേ പറയുന്നത്. നമുക്ക് പക്ഷെ മലയാളം ഓൾറെഡി അറിയുന്നതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തത്. അപ്പൊ അവർ ഒക്കെ പറഞ്ഞു കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികൾക്ക് മലയാളം നമ്മുടെ റൂമിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഈ പൊതുവെ ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളൊരു ധാരണയാണ്, മലയാളം അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്, എന്റെ കുട്ടി ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാൽ മതി എന്നാണ് പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവുക. പക്ഷെ ഒരാളെന്ന് പറഞ്ഞാൽ അവരുടെ മദർ ടങ് എന്തായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം അവര് കണക്ട് ചെയ്യേണ്ട ആളുകളുണ്ട്. അതായത് അവരുടെ പാരന്റ്സ് അല്ലെ ഗ്രാൻഡ് പാരന്റ്സ്, ഇവരൊക്കെ ആയിട്ട് ഈ കുട്ടിക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ഈ ഒരു മദർ ടങ് വെച്ചിട്ടായിരിക്കും. കാരണം ഗ്രാൻഡ് പാരന്റ്സിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഗ്രാൻഡ് പാരന്റ്സിനൊന്നും ഇവരുടെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. സോ അവരൊക്കെ ഇപ്പൊ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്, ഇവരുടെ റൂമിൽ നിന്നും കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, മലയാളം കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അവരുടെ ബൈലിംഗ്വൽ ആക്കണം. ആ ഒരു ലാംഗ്വേജും പ്ലസ് അവരുടെ മദർ ടങ്ങും കൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള നമ്മുടെ അറിവ്. എന്തൊക്കെ വർക്കിൽ നമ്മൾ എഫേർട്ട് കൊടുത്താലും, നമ്മൾ എന്തൊക്കെ ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു മീ ടൈം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മെന്റലി ഓക്കെ ആണ്. ഈ ഒരു വർക്ക് കാര്യങ്ങൾ നമുക്ക് എത്ര വലിയ ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിലും ആ ഷെഡ്യൂളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു മെന്റൽ സ്ട്രെങ്ത് വേണം. ഇപ്പൊ നമ്മൾ മെന്റലി ഓക്കെ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും വർക്ക് അല്ലെങ്കിൽ ഇത്രയും ടൈറ്റ് ഷെഡ്യൂൾ എല്ലാം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ എത്ര തന്നെ തിരക്കാണെങ്കിലും രാത്രിയുള്ള കുറച്ച് സമയം ഞാൻ എന്റെ മീ ടൈമിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യാറ്. ഇപ്പൊ ബേബി ഒക്കെ ഉറങ്ങി, ബേബി ചിലപ്പോൾ ഒരു 12 o'clock ഉറങ്ങുന്നത്. സോ ആ ഒരു 12 അത്രയും മിഡ് നൈറ്റ് ആയാൽ പോലും ഒരു 1 to 2 hour ഞാൻ എന്ത് ചെയ്യും, എന്റെ മീ ടൈമിന് വേണ്ടി ചെലവാക്കും. സോഷ്യൽ മീഡിയാസിൽ സ്ക്രോൾ ചെയ്യാനായാലും, അല്ലെങ്കിൽ എന്റെ സെൽഫ് കെയർ ആയാലും, എന്റെ സ്കിൻ കെയർ ആയാലും, എന്ത് കാര്യം ആയിക്കോട്ടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എന്റെ ഒരു മീ ടൈം അവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഡേ ടൈമിൽ പോലും. നമ്മുടെ ചില സമയത്ത് നമുക്ക് ഫുൾ ഡേ വർക്ക് ഉണ്ടാവില്ല. നമുക്കിപ്പോ ഒരു 9 o'clock തുടങ്ങി കഴിഞ്ഞാൽ 5 o'clock വരെ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഇടയിൽ കുറെ സമയങ്ങൾ ഉണ്ടാവും, നമുക്ക് ഷോർട്ട് ആയിട്ട് ബ്രേക്ക് കിട്ടുന്നുണ്ടാവും. ആ ഒരു സമയത്തൊന്നും ഞാൻ വേറൊരു ജോബിൽ ഞാൻ പോയി എൻഗേജ്ഡ് ആവാറില്ല. ഞാൻ എന്റെ സെൽഫ് കെയറിന് വേണ്ടിയിട്ടും എന്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാറ്. ഇപ്പം നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെറുതെ ഇരുന്നാൽ വരെ നമ്മളെ മെന്റൽ സ്ട്രെങ്ത് ഒന്ന് ഓക്കെ ആവും. നമ്മൾ ഫുൾ ടൈം എല്ലാ കാര്യത്തിലും എൻഗേജ്ഡ് ആയി ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനായിക്കോട്ടെ, ഞാനിപ്പം എത്ര തന്നെ ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിൽ പോലും ഡെയിലി ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാറുണ്ട്. അത് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ തന്നെ വിചാരിക്കുക, നമ്മളിപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ടൈറ്റ് ഷെഡ്യൂൾ വർക്ക് ചെയ്യുന്നത്, ഇത്രയും ഏൺ ചെയ്യുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. സോ ഞാൻ ബേസിക്കലി എനിക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ടൈം എന്നായിക്കോട്ടെ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഡെയിലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കും. എന്നാൽ മാത്രമേ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ എന്റെ മെന്റൽ സ്ട്രെങ്ത് ഓക്കെ ആവുള്ളൂ. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ വർക്കും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇപ്പം എന്റെ ബേബി ചെറുതാണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴേ എന്റെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിൽഡ്രനെ കാണുന്നുണ്ടാകും. ഇപ്പൊ പല ആളുകളുടെയും കുട്ടികൾ വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഇപ്പം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് പെരുമാറുന്നു, അത്രയും നല്ല ബിഹേവിയർ, അത്രയും നല്ല വെൽബീയിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും നമ്മുടെ ബേബി അതേപോലെ ആവണം എന്നുള്ളത്. സോ ബേസിക്കലി ഞാൻ ഇപ്പോഴേ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ബേബി ഏതൊരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം. ഒബ്വിയസ്ലി ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മാത്രമേ നമ്മൾ വളർത്തുള്ളൂ. ഇപ്പൊ പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം ഓവർ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഓവർ കെയറിങ് കൊണ്ട് അവരെന്ത് വാശി പിടിച്ചാലും, അല്ലെങ്കിൽ അവരെന്തൊക്കെ ബാഡ് തിങ്സ് ഒക്കെ ചെയ്താലും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ബേബി അല്ലേ, വലുതാവുമ്പോ ശരിയാവും എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതിലൊരു മോസ്റ്റ് ഓഫ് ദ കുട്ടികൾ നമ്മൾ എടുത്തു നോക്കിയാൽ
വലുതാവുന്ന സമയത്ത് അവരുടെ ഒരു ലൈഫ് ഒരു ചിട്ടയില്ലാതെ ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു റുട്ടീൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിന് കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. സോ ഞാൻ അതുകൊണ്ട് എന്റെ ബേബിക്കുള്ളതെല്ലാം ഞാൻ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതല്ല ഇപ്പം എന്റെ സിസ്റ്ററിന്റെ നോക്കി കഴിയുകയാണെങ്കിൽ അവൾക്ക് ബേബി ഉണ്ട്. സോ ബേബി അല്ല, ടോഡ്ലർ ആണ് അവളത്. ഒരു ത്രീ ഇയേഴ്സ് ആയിട്ടുണ്ട്. സോ അവളുടെ ആ ഒരു 3 ഇയറുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് അറിയെങ്കിൽ പോലും സിസ്റ്ററിന്റെ മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റുട്ടീനാണ് അവർക്ക്, അല്ലെങ്കിൽ അത്രയും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവരുള്ളത്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അവർ വേണ്ടാത്ത ചെയ്യുന്ന സമയത്ത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കില്ല. അത് അവര് അങ്ങനെ അവളെ അങ്ങനെ വളർത്തി കൊണ്ടുവന്നതിന്റെ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതാവുന്ന സമയത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇവർക്ക് കൊടുക്കുന്ന ഓരോ കാര്യം, ഇവർക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഇവരെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഇവരെ ഡിസിപ്ലിനിൽ നമ്മൾ വളർത്തണം. സോ ഇപ്പം പല ആളുകൾക്കും ഉള്ള ഒരു ധാരണയാണ് കുട്ടികളാവുന്ന സമയത്ത് അവർ വാശി പിടിക്കും, കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ വിട്ടുകൊടുക്കാന്നുള്ള ഒരു കാര്യമാണ് എല്ലാ പാരന്റ്സിനും ഉണ്ടാവാം. അതെല്ലാം മാറിയിട്ട് നമ്മൾ ഇവരെ ചെറുപ്പത്തിലെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്താണ് ചെയ്യേണ്ടത്. കാര്യങ്ങളൊന്നും ഇതുവരെ എന്റെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മളിപ്പം അറിയുന്ന ആളുകളുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ അറിയാൻ സാധിക്കാറുണ്ട്. ഇപ്പം ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് കാര്യത്തിൽ ഇപ്പം ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന കൂട്ടായ്മ കാര്യങ്ങളാവാം, ഇതിലെല്ലാം ആഡ് ആയിട്ടാണ് ഇവർ ഓരോരോ ചെറിയ ചെറിയ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നുണ്ടാവുക. അങ്ങനെ ആ ചെറിയ കോഴ്സ് പഠിച്ചിട്ടായിരിക്കും ഈ ഹൗസ് വൈഫ്സ് ഒക്കെ അവരൊക്കെ ഒന്ന് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ എടുത്തു നോക്കി, ഇപ്പൊ നമ്മളുടെ പാരന്റ്സിന്റെ ആ ഒരു ഏജിലുള്ള ആളുകളെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മിക്ക വിമണും വർക്ക് ഇല്ലാത്തവരായിരിക്കും, ഹൗസ് വൈഫ് മാത്രമായിട്ട് ഒതുങ്ങി പോയവരായിരിക്കും. കാരണം ഇവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവുക. പിന്നീട് പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻസ് കാര്യങ്ങൾ കൊണ്ടോ അവര് വർക്കിംഗ് ആയിരിക്കില്ല. സോ അങ്ങനെ വരുന്നവർക്കൊക്കെ ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് എടുത്താൽ പോലും അവർക്ക് ഒരു എനർജി കിട്ടാണ്, ഇന്റേണലി അവർക്ക് ഒരു എനർജി കിട്ടാണ്. ഇപ്പം എങ്ങനെയാണ് ഒരു ഒരു സാധാരണ ഹൗസ് വൈഫിൽ നിന്നും ഒരു വർക്കിംഗ് വിമൺ ആവുന്ന സമയത്ത് ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് അവർക്ക് ഒരു എനർജി കിട്ടും. എന്ത് ചെറിയ കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ചെറിയ ജോലി ആയിക്കോട്ടെ, അവരെന്നെ ഒന്ന് ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് അവർ മെന്റലി ഒന്ന് സ്ട്രോങ് ആവും. അവർക്ക് കിട്ടുന്ന ആ ഒരു മെന്റൽ സ്ട്രെങ്ത് അവരുടെ ഫാമിലിനെയും സ്ട്രെങ്തൻ ചെയ്യും. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ച കാര്യമാണ്, നമ്മളൊരു ഒരു മെന്നിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരാൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മളൊരു വിമനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റി തന്നെ എഡ്യൂക്കേറ്റഡ് ആവുന്ന നമുക്ക് പഴയ ഒരു വാക്യങ്ങൾ എന്താ അതേ പറയുന്ന ഒരു വാക്യങ്ങളുണ്ട്. സോ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമണിന് നമ്മളൊരു എഡ്യൂക്കേഷന് കാര്യം കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് അവരുടെ ഫാമിലി സ്ട്രെങ്തൻ ആവുന്നു, അവരുടെ ഫാമിലിയിൽ നിന്ന് ബാക്കിയുള്ള അവരുടെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. ബേസിക്കലി എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു ജൂലൈയിലാണ് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ജൂലൈ 4 എന്റെ കോഴ്സ് എല്ലാ എക്സാംസും കഴിഞ്ഞിട്ട് ജൂലൈ 10 വരെ ഞാൻ ഒരു ബ്രേക്ക് പോലെ എടുത്തു. ജൂലൈ 11 മുതൽ ഞാൻ ജോബിന് കയറിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് ആയിരുന്നു ഇമ്പോർട്ടന്റ്. ആ ഒരു സമയത്ത് ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ആ ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ ഫാമിലിയിൽ എന്താവും, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്താവും എന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. ആ സമയത്ത് ബേബി കാര്യങ്ങളൊന്നും ഇല്ല, മാരീഡ് ആണ്. പക്ഷെ ആ സമയത്ത് വേറെ അങ്ങനെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ഒന്നും തന്നെ എന്റെ തലയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു 6 ഡേയ്സ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ എടുത്തിട്ടുള്ള ആ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം വെറി ആവാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം ഞാൻ മാരീഡ് ആയിരുന്നെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഒബ്വിയസ്ലി നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല, നമ്മൾ വീട്ടിലെ ജോലികളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഇന്നോടെ വീട്ടിൽ പോയ സമയത്ത് പോലും വെറീഡ് അല്ലായിരുന്നു. അവിടെയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഞാൻ രാവിലെ അന്ന് ഓഫീസിൽ പോകുന്ന സമയമാണത്. സോ ഞാൻ രാവിലെ 9 o'clock ആകുമ്പോൾ ഓഫീസിലേക്ക് പോകുന്നു, 6 o'clock ആകുമ്പോൾ തിരിച്ചു വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം വിത്ത് ഫാമിലി ആയിരുന്നു ആ ഒരു സമയത്തൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഒക്ടോബർ ആ ഒരു സമയത്താണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന CBGയിൽ ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു. എന്നാൽ പോലും നമുക്ക് ഓൺ ഫേം ഉണ്ട്. നമ്മൾ പാരന്റിന് ഉപ്പക്ക് ഓൺ ഫേം ആയതുകൊണ്ട് തന്നെ ഞാൻ ഫേമിൽ പോയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്യാറ്.
ആ ഒരു സമയത്തൊന്നും തന്നെ എനിക്കിത് ആ ഒരു വേറീസ് ആയിട്ട് ഒരു കൺസേൺ ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രഗ്നൻസി ടൈമിൽ വന്ന സമയത്ത് ഡെയിലി ഓഫീസിൽ പോയി വരുന്നത് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പൊ ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെ, അതായത് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഉള്ളിൽ നമുക്കൊരു കൺസേൺ ഉണ്ട്. അപ്പൊ നമ്മള് ഓഫീസിലൊക്കെ പോയാൽ നമുക്ക് 9 to 5 ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കാൻ വർക്ക് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നുമില്ല. അതേ സമയം നമ്മൾ വീട്ടിലിരുന്ന് ആ ഒരു 9 to 5 ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും സമയം നമ്മൾ റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർ എന്തെങ്കിലും കരുതും, നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കണം എന്നില്ല. ഇപ്പം ഒരു അൺഎക്സ്പെക്ടഡ് ഗസ്റ്റ് വരികയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്ന സമയത്ത് അവരത് എങ്ങനെ എടുക്കും എന്നുള്ള ചെറിയൊരു കൺസേൺ ഉള്ളായിരുന്നു. പക്ഷെ അത്രത്തോളം ഞാൻ ബോധേഡ് അല്ലായിരുന്നു ആ ഒരു കാര്യത്തിലൊന്നും. കാരണം എനിക്ക് എന്റെ പ്രൊഫഷൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ആ ഒരു ലെവലിൽ എത്തിയിട്ട് ആ ഒരു കംപ്ലീറ്റ് നമ്മൾ ആ എല്ലാ കൺസേൺസും കൂടെ നമ്മൾ ഹൗസ് ഹോൾഡ് വർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം അത് പാർട്ട്ണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരന്റ്സ് ആയിക്കോട്ടെ, ഇവർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺസേൺ അതിൽ മാത്രം കൊടുക്കാന്നുള്ളതുകൊണ്ട് എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു. എന്റെ സീനിയർ ഉണ്ട്, സെയിം അവരുടെ അടുത്തൊക്കെ പറഞ്ഞ സമയത്ത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇപ്പം മാരേജ് കഴിഞ്ഞ ആ ഒരു വീട്ടിൽ പോയിട്ട് ഡെയിലി രാവിലെ 9 മണിക്ക് എങ്ങനെയാണ് ഇറങ്ങി പോവുക, അവരെന്ത് കരുതും, അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രീ ആവില്ല, അത്രത്തോളം ഹൗസ് ഹോൾഡ് വർക്ക് അവർക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവിടെ കുറെ ആളുകൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് മേ ബി ഒരുപാട് കൺസേൺസ് ഉണ്ടാവും, എങ്ങനെയാണ് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് പോകുന്നത്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയസിലൊക്കെ ഒരുപാട് ഷോർട്സ്, റീൽസ്, വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പം ഈ പണ്ടത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷനിലൊന്നും ആരും അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു വർക്കിന് പോകുന്നതിന് സമ്മതിക്കാതിരിക്കുക, അതല്ലെങ്കിൽ അങ്ങനത്തെ ഈഗോ ക്ലാഷ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ജനറേഷനിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ടും പണ്ട് നമ്മൾ നമ്മളുടെ ഒരു പാരന്റ്സിന്റെ ജനറേഷനിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈവൻ ക്ലാസ്സിൽ പോകാനാണെങ്കിൽ പോലും സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷനൊക്കെ. ഇപ്പം ഒരുപാട് വലിയ കോഴ്സസ്, നമ്മളിപ്പോ ബാച്ചിലർ ഡിഗ്രി പോലെ തന്നെ ഇപ്പൊ PG ഒക്കെ പഠിച്ചിട്ടുള്ള പിള്ളേരാണെങ്കിൽ പോലും മാരേജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സർട്ടൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് അവരെ പിന്നെ വർക്കിന് വിടുന്നില്ല, അതല്ലെങ്കിൽ അവർക്കൊരു പ്രോപ്പറായിട്ട് അവർക്കൊരു ജോബിന് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് പേരുടെ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പൊ അവരെല്ലാം വെറീഡ് ആയിരിക്കും, എങ്ങനെയാണ് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് എന്റെ പാഷന്റെ പിന്നാലെ പോവാന്നുള്ളത്. പക്ഷേ ഇപ്പം ഗേൾസ് എന്ന് മാത്രല്ല, നമ്മളിപ്പം ആരായിക്കോട്ടെ, ഇപ്പൊ പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലുള്ള ബോയ്സ് അല്ലെങ്കിൽ മെന്ന് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ വിമന്റെ ക്യാഷ് എന്തിനാണ്, അല്ലെങ്കിൽ ഈ വിമൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ക്യാഷ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു കാറ്റഗറി ആളുകളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം സ്ത്രീകൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു അവിടെ ഒരു സാലറി വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഏർണിങ്സ് മാത്രമല്ല, അവരുടെ ഒരു മെന്റൽ ഹെൽത്തും അവരുടെ ഒരു ഇൻഡിപെൻഡൻസി, അവർക്ക് അവരുടെ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ കേസിൽ ഇങ്ങനത്തെ ഒരുപാട് വേണ്ടാത്ത കൺസേൺസ് കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാവുന്നത്. ആൻഡ് പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഒരു കൺസേൺസോ അല്ലെങ്കിൽ വറീസോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം പല ആളുകൾക്കും കുട്ടികളുള്ളതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. ഇപ്പം എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, എന്റെ സിസ്റ്റർ എന്റെ സെയിം കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ജോയിൻ ചെയ്ത് വിത്തിൻ വൺ മന്ത് എങ്ങാനും വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ ഒരു സമയമായപ്പോഴത്തേക്കും ബേബി ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ എല്ലാ ഷെഡ്യൂളും കൂടെ ഒരുമിച്ച് പ്രാക്ടിക്കൽ ആവുന്നില്ല, ഭയങ്കരമായിട്ട് എല്ലാം മെസ്ഡപ്പ് ആയി പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പം ആ ഒരു സമയത്ത് അവരുടെ കൺസേൺ, അവർ കൂടുതലായിട്ട് അവരുടെ കൺസേൺ ചിൽഡ്രൻസ് ഉണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട കൺസേൺ കൊടുക്കണം, അത് കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. നമ്മളിപ്പം ഒരു സൈഡ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാതെ നമ്മൾ ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം ആ ഒരു സമയത്ത് എന്റെ സിസ്റ്റർ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, ബേബി കുറച്ചൊന്ന് വലുതായ സമയപ്പോഴത്തേക്കും അവർ ബാക്ക് ടു വർക്ക് ആയി. ഇപ്പം ഹസ്ബൻഡിന്റെ കൂടെ മിഡിൽ ഈസ്റ്റിലാണ്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം അവരെല്ലാം ഒരു റുട്ടീനിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത്. സോ ഈ കൺസേണും വെറീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഓവർകം ചെയ്തിട്ട് നമ്മൾ എന്താണോ നമ്മളുടെ പോയിന്റ്, ആ ഒരു പോയിന്റിലേക്ക് എത്തുക തന്നെയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സെക്കൻഡറി ആയിട്ടാണ് എന്റെ കേസിൽ ഞാൻ കാണുന്നത്. സോ ഞാനാണ് എനിക്ക് എന്റെ പ്രൈമറി തിങ്. അപ്പൊ യൂസ്ഫുൾ ആവണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ഒരു കയ്യിൽ ബാലൻസ് ചെയ്ത് വെക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ബാലൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ സർക്കിളിലുള്ള ആരും തന്നെ ഒരു ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെയാണ് നമ്മൾ അത് മാനേജ് ചെയ്ത്, ഞാൻ അത് മാനേജ് ചെയ്ത് പോകുന്നത്.
ഞാൻ ഇപ്പം എനിക്കിപ്പോ ചില ദിവസങ്ങളിൽ രാത്രി ട്രെയിനിങ് സെഷൻസ് ഉണ്ടാകാം, പകല് വർക്ക് ഉണ്ടാകും. അപ്പൊ ആ ഒരു ഫുൾ ഡേ ചിലപ്പം എൻഗേജ്ഡ് ആയിരിക്കും. എന്നാൽ പോലും ഞാൻ എന്റെ സർക്കിളിലുള്ള ആളുകൾക്ക് അവരെടുത്തും ഞാൻ സംസാരിക്കുന്നുണ്ട്, അവരുടെ കൂടെ എന്താണ് ഫൺ മൊമെന്റ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബേബിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്ര തന്നെ ഹെക്ടിക് ഷെഡ്യൂൾ ആണെങ്കിലും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുള്ളവർക്കും തോന്നില്ല, ഓ ഇതെന്താ ഫുൾ ടൈം വർക്ക് എന്ന് പറഞ്ഞിരിക്കാണോ, അല്ലെങ്കിൽ വർക്ക് മാത്രം മതിയോ, വേറൊന്നും വേണ്ടേ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ പ്രസക്തി ഇല്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാനേജ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഒന്നും വരില്ല. ഈ ഒരുപാട് നമ്മൾ കുറെ ആളുകളുടെ കേട്ടത് അവരുടെ സെൽഫായിട്ടുള്ള വേണ്ടാത്ത കുറെ വേറീസ് ആണ്. അവര് സ്വയം കണക്ക് കൂട്ടുന്നതാണ്. ഇപ്പം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ എന്റെ നൈബർ ഉണ്ട്, നൈബറിന്റെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അവര് പറഞ്ഞത്, അവര് കുറച്ച് ഏജ്ഡ് ആണ്, അവർ അവരുടെ മുന്നത്തെ കാര്യം പറയുന്നതാണ്. ഇപ്പൊ അവരെന്തോ ടീച്ചിങ് പ്രൊഫഷണലോ അങ്ങനെ എന്തോ ഒന്നായിരുന്നു. സോ അവര് ഒക്കെ പോകുന്ന സമയത്ത് അവര് പറഞ്ഞു കുട്ടികളായിട്ട് ഒരു കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് കണക്ഷൻ ഇല്ല. ഹസ്ബൻഡിന്റെ വീട്ടുകാർ പറയുന്നു നമ്മൾ വിളിക്കുന്നില്ല ആക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നു. അപ്പം അവര് കരുതില്ലേ നമുക്ക് അവരെ ഒന്നും ആവശ്യമില്ല. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കരുതില്ലേ എന്ന് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണത്. അപ്പൊ അവരങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോന്നോ, അല്ലെങ്കിൽ അവർക്ക് ചിന്ത ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, അത് നമുക്കറിയില്ല. ദാറ്റ്സ് നോട്ട് എ കപ്പ് ഓഫ് അവർ ടീ. അപ്പം നമ്മൾ സ്വയം ചിന്തിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിലും. അപ്പം നമ്മളുടെ ഓവർ കൺസേൺ കൊണ്ടാണ് പല സ്ത്രീകളും ഈ ഒരു വർക്കിംഗ് പ്രൊഫഷണലിൽ നിന്ന് ഹൗസ് വൈഫിലേക്ക് ഒതുങ്ങിക്കൂടി പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. ഇപ്പം എല്ലാവരും ഓവർ കൺസേൺഡ് ആവാണ്. ഇല്ലാത്തൊരു സംഭവം ഉണ്ടായേക്കാം എന്നുള്ള കൺസേൺ കൊണ്ട് അവരെന്തായി പോവാണ്, ഒതുങ്ങിക്കൂടി പോവുകയാണ് ചെയ്യുന്നത്. സോ പേഴ്സണലി എനിക്ക് അങ്ങനത്തെ വറീസ് കൺസേൺസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഒരു കയ്യിലുള്ള ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ പോലെ എല്ലാം ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാനോ ഒന്നും അറിയാത്ത ആളുകളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ വൈഫൈ നെറ്റ്വർക്ക്സ് ഒന്നും ഇല്ലാത്ത വീടുകളില്ല ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്കിപ്പോ ഒരു ഓൺലൈനിൽ നമ്മളൊരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കൊരു വൈഫൈ ഇല്ലാത്ത പ്രശ്നമോ അല്ലെങ്കിൽ ഓൺലൈനിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് വെറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു ഹൗസ് വൈഫ് ഇപ്പം ബേസിക്കലി ഒരുപാട് ഇയേഴ്സ് ആയിട്ട് വീട്ടിൽ തന്നെ നിന്ന് വീട്ടിലുള്ള ജോലികൾ ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, ആ ഒരു കാര്യങ്ങളിൽ മാത്രം നിൽക്കുന്നവർക്ക് മേ ബി ഇപ്പം മൊബൈലിലുള്ള എല്ലാ ആപ്പും തന്നെ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ സിസ്റ്റം ആക്സസ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. അവർ ഒരുപാട് വറീഡ് ആയിരിക്കും, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ ഇപ്പം ഒരാളിപ്പോ പറയുന്നത് ഓൺലൈനാണ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേർക്ക് ചേരാൻ അതിൽ ഭയങ്കര ഒരു മടിയാണ്. ഓൺലൈനിൽ എങ്ങനെയായിരിക്കും, കുറെ ആളുകൾക്ക് അതേപോലെ ഒരു ഒരു എന്താ പറയാ ഉള്ളിലൊരു പേടി ഉണ്ടാവും ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്ന സമയത്ത്. ഓൺലൈനിലാവുമ്പോൾ നമ്മളെ ക്യാമറയിൽ നമ്മളെ കാണില്ലേ, അല്ലെ അത് കണ്ടാൽ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെയുള്ള കുറെ കൺഫ്യൂഷൻസ് കുറെ കൺസേൺസ് ഉണ്ടാവും. ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് അതെല്ലാം ഈസി ആയിട്ട് അവർ ഒഴിവാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ കുറച്ച് പഴയ ജനറേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ആണ്. ഇപ്പം നമ്മുടെ പാരന്റ്സിന്റെ ആ ഒരു ജനറേഷൻ, അവര് നമ്മളുടെ ഒരു പ്രായത്തിൽ എത്തിയിട്ടുണ്ടാകുന്ന ആ ഒരു സമയത്ത് അവർക്ക് ഇതെല്ലാം തന്നെ പേടിയാണ്. അവർ ഒരുപാട് അവിടെ വെറീഡ് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പോയിട്ട് നമ്മളുടെ ജസ്റ്റ് നമ്മളെ മദറിന്റെ അടുത്ത് പറയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട് നിങ്ങൾ ചേരുന്നോ എന്ന് ചോദിച്ചാൽ അവർ കൺസേൺ ആയിരിക്കും. ഓ ഈ എല്ലാ വീട്ടിലെ പണിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇവരെ നോക്കണം അവരെ നോക്കണം ഇതിന്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഒരു കോഴ്സ് എടുക്കാം, ഇനി എടുത്താൽ തന്നെ അതിപ്പോ ഓരോ ദിവസം ലിങ്ക് വരുമ്പോ എങ്ങനെ ജോയിൻ ചെയ്യും, ഇതൊക്കെ അവരുടെ കൺസേൺ ആണ്. അല്ലെങ്കിൽ മൊബൈൽ കഴിഞ്ഞ് നമുക്ക് സിസ്റ്റം എങ്ങനെ നമ്മൾ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റം എങ്ങനെ ഓൺ ചെയ്യും, അല്ലെങ്കിൽ ഇതൊക്കെ അവർക്ക് വരുന്ന ഭയങ്കരമായിട്ടുള്ള കൺസേൺസ്, അവരുടെ വേറീസ് ആണ് ഇതൊക്കെ. എല്ലാം കൂടെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മളിപ്പം നമ്മുടെ ജനറേഷനിലുള്ള ഒരാൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോ ആര് തന്നെ ഗസ്റ്റ് വന്നാലും ഇനിയിപ്പോ ആര് വന്നാലും നമ്മൾ ആ ക്ലാസ് നമ്മൾ എണീക്കില്ല. കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലാസ് ആണെങ്കിൽ നമ്മൾ അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ക്ലാസ്സിനാണ്. സോ ക്ലാസ് കഴിഞ്ഞിട്ടേ നമ്മൾ പോവുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മളെ ഉമ്മയാണ് ഇതിൽ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ ആരെങ്കിലും ഒന്ന് വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഫസ്റ്റ് പോകും. എന്താണ് ആരാന്ന് നോക്കണം, അല്ലെങ്കിൽ അവരെ നോക്കണം, ഇല്ലെങ്കിൽ അവരെന്ത് കരുതും, ഇപ്പൊ ഈ ഒരു ഏജിലാണ് ഇവർ പോയിട്ട് ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നത് അവരൊക്കെ പറയില്ലെന്നുള്ള ആ ഒരു ഓവർ കൺസേൺസ് എല്ലാവർക്കും ഉണ്ടാവും ഉള്ളില്. സോ ബേസിക്കലി എനിക്ക് അങ്ങനത്തെ ഒരു കൺസേൺ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം നമുക്ക് ഓൾറെഡി ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വർക്ക് ചെയ്യണം എന്നുള്ളത് എന്റെ മൈൻഡിൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതേപോലെ എന്റെ ബിടെക്കിന്റെ 4th ഇയറിൽ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യുഎസിന്റെ സർട്ടിഫിക്കേഷൻ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് സർട്ടിഫിക്കേഷൻ ചെയ്യാനുള്ള ബാക്കി ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ ജൂലൈ 4th എന്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴും എനിക്ക് രാത്രി എന്തുണ്ട്, സർട്ടിഫിക്കേഷന്റെ ക്ലാസ് ഉണ്ട്. സോ ഞാൻ അതൊരു കണ്ടിന്യൂഷനിൽ പോകണം. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ ബ്രേക്ക് വരുന്നില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടും ഫുൾ ഡേ ഉള്ള ബ്രേക്ക് കഴിഞ്ഞിട്ട് നൈറ്റിൽ മാത്രം സെഷൻസ് വരികയാണ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ജോബിന് കയറുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങനെ കൺസേൺസോ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിയുകയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ബേബിനെ നോക്കുന്ന കാര്യമായാലും വീട്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ വീട്ടിൽ പാരന്റ്സ് ഉണ്ട്, ഇൻലോസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാ പണിയും കൂടെ ചെയ്യേണ്ട അവസ്ഥ വരില്ല. അപ്പൊ ഹൗസ് ഹോൾഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 10 വർക്ക് ഉണ്ടെങ്കിൽ ആ 10ഉം ഞാൻ സ്വയം ചെയ്യേണ്ടതല്ല, അതിൽ ഒന്നോ രണ്ടോ എനിക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ സർക്കിളിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒരു ആഫ്റ്റർ ഒരു 6 months കഴിഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് അവിടെ ജോബ് നോക്കണം, അവിടെ സെറ്റിൽഡ് ആവണം എന്ന് ഞാനിപ്പം പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ഫ്യൂച്ചർ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തായിട്ടും ബേബിക്ക് ഒരു 1 year ആവുള്ളൂ, അതിൽ കൂടുതലാവില്ല. പ്ലേ സ്കൂളിൽ പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലൊന്നും നമുക്ക് തന്നെ പോസിബിൾ അല്ല അവരെ പറഞ്ഞയക്കാന്നുള്ളത്. പക്ഷെ നമുക്ക് വർക്കിന് വേണം, ഒബ്വിയസ്ലി ഹസ്ബൻഡിനും വർക്കിന് പോകാനുണ്ടാവും. അങ്ങനത്തെ സമയത്ത് ഇപ്പം ഞാൻ എക്സ്റ്റേണൽ ഹെൽപ്പ് ആയിട്ട് എപ്പോഴും ഒരു മെയ്ഡിനെ വെക്കാനുള്ള, നമുക്ക് പേയ്മെന്റിന്റെ മാത്രമല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ ഒരു മെയ്ഡ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ഉണ്ടാവുക. ഇപ്പൊ ഇത്രത്തോളം ഈ ഒരു സാഹചര്യം വരെ, ഇപ്പം ഈ ഒരു ടൈം വരെ, ഇപ്പോഴത്തെ ഈ ഒരു പ്രസന്റ് ടൈം വരെ എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് നമ്മളുടെ പാരന്റ്സ് ആണ്. ഇപ്പം എന്റെ കാര്യം ആയിക്കോട്ടെ, എന്റെ സിസ്റ്ററിന്റെ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ബേബീസ് ഉണ്ടാവും, കുട്ടികൾ ടോഡ്ലേഴ്സ് എല്ലാവരും നോക്കാനുള്ളത് ഉമ്മയാണ് ഉണ്ടാവുക. ഉമ്മന്റെ അടുത്താണ് നമ്മൾ കൊടുക്കുക. ഇനിയിപ്പം ഇൻ കേസ് വർക്ക് ചെയ്യണമെന്നില്ല, നമുക്കൊരു 10 minute ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പോലും ഉമ്മ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം ബേബിനെ ഉമ്മന്റെ അടുത്ത് കൊടുക്കും, അവരങ്ങ് നോക്കിക്കോളും. സോ എക്സ്റ്റേണൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്റെ പ്രയോറിറ്റി എന്റെ മദർ ആയിരിക്കും. അതിന്റെ ശേഷം മാത്രമേ നമ്മൾ വേറൊരു എക്സ്റ്റേണൽ ഹാൻഡിലേക്ക് നമ്മൾ പോവുള്ളൂ. ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നമുക്ക് ഇവരില്ലാതാവുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റൂ. ഇവരിപ്പോ നമ്മളുടെ ഹെൽപ്പിംഗ് ആ ഒരു സർക്കിളിൽ ഇല്ല, ഇവരിപ്പോ ദൂരത്താണ്, അല്ലെങ്കിൽ ഇവർക്ക് നമ്മളെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ നമ്മൾ മറ്റൊരു ഹെൽപ്പിംഗ് ഹാൻഡിലേക്ക് ഞാൻ പോവുകയുള്ളൂ. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ മദർ ആയിരിക്കും. ഇപ്പം ജോബിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം 9 to 5 ജോബാണ്. ഓക്കെ, അപ്പം ആ ഒരു ജോബ് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എന്താണ്, നമുക്ക് അങ്ങനെ ടൈം ഷെഡ്യൂൾസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ മോർണിംഗിൽ ചിലപ്പോൾ വർക്ക് ഉണ്ടല്ലോ, ചിലപ്പോൾ വൈകുന്നേരം വർക്ക് വരുന്നത് വെച്ചാൽ അത് ചിലപ്പോൾ നാളെ രാവിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ അത് പെട്ടെന്ന് തീരാൻ വേണ്ടി ചിലപ്പം രാത്രി ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ടൈമിങ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 to 6 ജോബാണ്. സോ 6 o'clock കഴിഞ്ഞ് പുള്ളി വീട്ടിലെത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ഡിസ്കംഫർട്ട് ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ടൈം മാനേജ് ചെയ്യും. ഇപ്പൊ ഇവർ വരുന്ന ആ ഒരു സമയത്ത് എന്തായും നമ്മൾ അവർക്കും നമ്മളായിട്ട് റെസ്പോൺസിബിൾ ആണ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് അവരുടെ കാര്യം, അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ് നമ്മളുടെ കാര്യം. സോ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ടൈം നമ്മൾ മാനേജ് ചെയ്ത് എങ്ങനെയെങ്കിലും അന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും. ഇപ്പൊ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഒരു വർക്ക് പോലും ഇപ്പൊ ഒരു 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് തന്നെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ 5 o'clock സബ്മിറ്റ് ചെയ്യേണ്ട വർക്ക് ആണെങ്കിൽ നമ്മൾ അതൊരു 4 o'clock സബ്മിറ്റ് ചെയ്യേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത് തീർക്കും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെറീസ് കാര്യങ്ങളൊന്നും വരാറില്ല എന്റെ കേസ് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് അവിടെ ടൈം മാനേജ്മെന്റ് എനിക്ക് എല്ലാ കാര്യത്തിലും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ട് വരാറില്ല. ഞാൻ അതിനനുസരിച്ചാണ് ഇപ്പം എനിക്ക് ഇപ്പൊ പേഴ്സണലി ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തിട്ട് ഞാൻ വേറെ പണിക്ക് പോകും. അതിന്റെ ഇടയിൽ ഞാൻ വേറെ പണിക്ക് പോവില്ല. ഇപ്പൊ എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള കാര്യം വരികയാണെങ്കിൽ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിലേക്ക് പോകും. എന്നിട്ട് വെറുതെ കുറെ സമയം ബ്രേക്ക് എടുത്ത് ഞാൻ ചെലവാക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ വേറെ വർക്കിന് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ബാലൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ സെയിം കേസിൽ ഞങ്ങൾക്ക് എന്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. അവർ ജോയിൻ ചെയ്ത ഒരു ദിവസം രാവിലെ ജോയിൻ ചെയ്തു. അന്ന് ബാഡ് ലക്ക് എന്ന് പറയാം, അന്ന് ഒരുപാട് വർക്ക് ഉള്ള ദിവസമായിരുന്നു. കുറെ വർക്ക് ഒരുമിച്ച് വന്നു. അപ്പൊ വന്ന സമയത്ത് ഇവരുടെ സ്റ്റാർട്ടിംഗ് ഡേ ആണ്. ഇവർ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ ഇവർക്ക് ഹെക്ടിക് ആയിട്ട് വർക്ക് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇതിന്റെ ക്വാണ്ടിറ്റി എടുക്കണം, ഇതിന്റെ ബിയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പം അന്ന് ഈവനിങ് തന്നെ അവര് ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഈവനിങ് തന്നെ ഇവരെന്നെ വിളിക്കാണ്. ആക്ച്വലി അവര് സ്റ്റോപ്പ് ചെയ്യാണ്, അവർക്കൊന്നും പറ്റുന്നില്ല, ബേബി ഉണ്ട്. അപ്പൊ അന്ന് അവര് പറയാണ് അവര് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. കാരണം പുതിയതായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കൺസേൺ ആയിരിക്കും, ഇത് ടൈമിന് കൊടുത്തിട്ടില്ലെങ്കിൽ സാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ എന്ത് വിചാരിക്കും, നമ്മൾ ബാക്കിലായി പോകുമെന്നൊക്കെയുള്ള ടെൻഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും.
സോ ഇവര് പറഞ്ഞു ഇത് പറ്റുന്നില്ല എന്നെ കൊണ്ട്, അങ്ങനെ അവര് സ്റ്റോപ്പ് ചെയ്യാണെന്ന് പറഞ്ഞ് അവര് ഫോൺ വെച്ചു. അങ്ങനെ ഇത് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയി. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ അവർക്ക് ഒരു ഓവറായിട്ട് വർക്ക് അവർക്ക് പ്രഷറൈസ് ചെയ്ത് കൊടുത്തോണ്ടാണ് അവർ പോകുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മൾ എല്ലാവരും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താണ് എടുക്കാറ്. അഗൈൻ ഞാൻ അവരെ വിളിച്ചു. അപ്പൊ ഞാൻ അവരെ വിളിച്ചു ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരുടെ ബേബി ജസ്റ്റ് 6 മന്ത്സേ ഉള്ളൂ. അപ്പം അവന് ഫീഡ് ചെയ്യണം, അവനെ നോക്കണം. ഇതിന്റെ ഇടയിൽ ഇവർക്ക് അവർ കുറച്ച് ഏജ്ഡ് ആണ്. അപ്പം അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ വീട്ടിൽ കുറച്ച് പണികൾ, ഹൗസ് ഹോൾഡ് വർക്ക്സ് ഉണ്ടാവും. അപ്പൊ അതും നോക്കണം, വർക്കും ചെയ്യണം. എല്ലാം കൂടെ പറ്റുന്നില്ല. അവരാകെ തളർന്നു പോയി. ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും വർക്ക് വന്നപ്പോ എന്നാണ് പറഞ്ഞത്. അവരെ പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണം. ഞങ്ങളിപ്പോ ഇത് നാളെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് പറയാം, ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഹെൽപ്പ് ചെയ്യും, ഞങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞങ്ങളിപ്പോ കറന്റ്ലി വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഒരു ടീം വർക്ക് ആണ് അവിടെ. ഞങ്ങൾ ഇപ്പൊ 5 കൊളീഗ്സ് ഉണ്ടെങ്കിൽ ആ ഒരു 5 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഈ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ ടൈറ്റ് ഷെഡ്യൂൾ വന്നാൽ മാത്രമല്ല, ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ പുറത്തു പോകാനുണ്ട് എന്നുവെച്ചാൽ അവരുടെ പേഴ്സണൽ കാര്യത്തിന് ചില ദിവസങ്ങളിൽ ഇപ്പൊ നമ്മള് ഫുൾ ഡേ ലീവ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ചിലപ്പോ എന്താവും, ഒന്ന് എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ ഒരാൾ പോവാണെങ്കിൽ ഞാൻ ഒന്ന് പോവാന്ന് പറഞ്ഞാൽ അവരെ വർക്ക് നമ്മൾ ചെയ്യും. ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ആ ഒരു സാഹചര്യം അവർ നമ്മളെയും ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം അവരെ ഞങ്ങൾ പറഞ്ഞ് അതുകൊണ്ട് മനസ്സിലാക്കി, നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കണം, നമുക്ക് എല്ലാം ബാലൻസ് ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് അവര് ആ ഒരു ഡേ മുതൽ സ്റ്റിൽ അവരിപ്പോ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവരെ നമ്മൾ പറഞ്ഞു ഈ വർക്കിന്റെ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി കാര്യങ്ങൾ അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വർക്ക് മാത്രമായിരുന്നു അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും ഒരേപോലെ ബാലൻസ് ചെയ്ത് പോകാനുണ്ട്. അവരുടെ കൺസേൺസ് കാര്യങ്ങളെല്ലാം തന്നെ ബാലൻസ്ഡ് ആണ്. ഫർദർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഇപ്പൊ ഞാൻ എന്റെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തു, അത് കഴിഞ്ഞ് ഞാൻ സർട്ടിഫിക്കേഷൻ എടുത്തു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ മാസ്റ്റേഴ്സ് എടുക്കുന്ന അപ്പൊ പക്ഷെ എനിക്ക് ആ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞപ്പോ തന്നെ ഏൺ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു മാസ്റ്റേഴ്സ് വേണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്പൊ ആ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ വേണം. പക്ഷെ ഓൾസോ ആ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസ കൊണ്ടായിരിക്കണം എന്നും എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിൽ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണത്. എന്റെ ഏജിലുള്ള ഒരാൾക്ക് പറ്റാത്ത പല കാര്യങ്ങളും പറ്റുന്ന ആളുകൾ ഉണ്ടാവും, അങ്ങനെ ആർക്കും പറ്റില്ല എന്നല്ല പറയുന്നത്. എന്താണോ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതെല്ലാം ഞാൻ എല്ലാം നേടിയെടുത്തു എന്നല്ല, അതിൽ നമ്പർ ഓഫ് എണ്ണങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അതിലുള്ള എന്റെ ഒരു കൺസേൺ ആണ്, എനിക്കൊരു ഫർദർ എഡ്യൂക്കേഷന് പോകുന്ന സമയത്ത് അത് ഞാൻ ഏൺ ചെയ്തിട്ടുള്ള പൈസ കൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പം ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാത്തതിന്റെ ഉദ്ദേശം അത് ഞാൻ ഏൺ ചെയ്ത എമൗണ്ട് വേണ്ടിയിട്ടാണ്. അതിപ്പോ എനിക്ക് എന്റെ പാരന്റ് തരാഞ്ഞിട്ടോ ആയിട്ടോ ഒന്നല്ല, എന്റെ ഒരു സെൽഫ് ആഗ്രഹമാണത്. എന്റെ സെൽഫ് ഡ്രീം ആണ് എനിക്ക് എന്റെ പൈസ കൊണ്ട് തന്നെ എനിക്ക് മാസ്റ്റേഴ്സ് എടുക്കണം. അതും നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അതും ഔട്ട് ഓഫ് കൺട്രി പോയിട്ട് എടുക്കണം എന്നൊക്കെയാണ് എനിക്കുള്ളത്. പക്ഷെ ആ ഒരു ഇതിലേക്ക് ഞാൻ എത്താത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എമൗണ്ട് ഞാൻ സെൽഫ് ഏൺ ചെയ്യണം. അപ്പം ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് എന്റെ ഡ്രീം ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദാറ്റ്സ് സോ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആസ് എ പാരന്റ്, അല്ലെങ്കിൽ ആസ് എ വൈഫ്, ആസ് എ ഡോട്ടർ, ഇത് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്റെ മെന്റൽ സ്ട്രെങ്തിനെ ഞാൻ സ്ട്രോങ് ആക്കി വെച്ചതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മീ ടൈം എടുക്കാന്നുള്ളത്, അത് ഞാൻ മനസ്സിലാക്കിയത്തോളം എന്റെ ഒരു കേസിൽ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ മീ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ മീ ടൈം കിട്ടാതെ ആവുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്നത്. ഇപ്പം എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ നമുക്ക് ഒരു ലെഷർ ടൈം ഒന്നുമില്ല. നമ്മൾ ഫുൾ ടൈം ഓക്കെ, രാവിലെ എണീക്കുന്നു, പണിയെടുക്കുന്നു, വർക്കിന് പോകുന്നു, തിരിച്ചു വരുന്നു, സെഷൻ എടുക്കുന്നു, പോകുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ ലൈഫ് എന്ന് വെച്ചാൽ നമുക്ക് യാതൊരുവിധ എൻജോയ്മെന്റ് ഉണ്ടാവില്ല. ഈ ഒരു സർക്കിളിന്റെ ഇടയിലേക്ക് ഞാനിപ്പോ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ ഞാൻ ഓരോ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അതെല്ലാം കണക്റ്റഡ് ആണ്. അത് ഞാൻ കണക്റ്റഡ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം എന്റെ മെന്റൽ സ്ട്രെങ്ത് അതിനനുസരിച്ച് ഞാൻ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ എല്ലാ വർക്കിന്റെ ഇടയിൽ ഞാൻ ഒരു വർക്ക് ചെയ്തിട്ട്
രണ്ടാമത്തെ ഒരു വർക്കിലേക്ക് പോകുന്നതിന്റെ ഇടയിലുള്ള ഒരു സമയം ഞാൻ ചെറിയൊരു മീ ടൈം അവിടെ കണ്ടെത്തും, എന്റെ ഒരു ലെഷർ ടൈം. അപ്പൊ ഞാൻ ഹാപ്പി ആയിരിക്കും. ഇപ്പൊ ഒരു വർക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ഞാൻ അവിടെ ഒരു മീ ടൈം എടുക്കുന്നതിൽ നിന്ന് എന്താവാണ്, ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആവാണ്. എന്നിട്ടാണ് ഞാൻ അടുത്ത വർക്കിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ സർക്കിളിൽ വെച്ചിട്ട് അത് ബാലൻസ് ചെയ്ത് പോകുന്നതിനോട്, അല്ലെങ്കിൽ എന്റെ മെന്റൽ സ്ട്രെങ്തിനെ ഞാൻ സ്റ്റഡി ആക്കി വെക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ടിൽ നൗ പോകുന്നത്. ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു സമയത്തുള്ള ആ ഒരു സ്റ്റേറ്റിലല്ല നമ്മൾ ഇപ്പൊ ഉള്ളത്. നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഒരുപാട് മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഉള്ള ആ ഒരു സ്റ്റേജിൽ ഇത്രയും ഒരു എഫിഷ്യന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട്, ഇത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് നമ്മൾ ആ ഒരു സമയത്ത് ട്രാൻസിഷൻ കൊണ്ടാണ്. ആ ഒരു സ്റ്റുഡന്റിൽ നിന്നും നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷനിലേക്കുള്ള ട്രാൻസിഷൻ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നമ്മളെല്ലാം എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും നമ്മൾ ഓക്കെ ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനോടും അഡാപ്റ്റഡ് ആണ് നമ്മൾ. ആ ഒരു ട്രാൻസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റും. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഞാൻ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്തെ എനിക്കുണ്ടായിരുന്നു, ഞാൻ ഒരു വർക്ക് ഉണ്ടാവണം, ഞാൻ ഏൺ ചെയ്യണം, എനിക്ക് ആരെടുത്തും എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏണിങ്സ് അവരുടെ എമൗണ്ട് ചോദിക്കരുത് എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എനിക്ക് സാധിക്കാൻ പറ്റിയത് ഈ ഒരു ട്രാൻസിഷൻ ആണ്. അപ്പൊ വളരെ ഹാപ്പിയാണ് ഞാൻ ആ ഒരു ട്രാൻസിഷനിൽ. സോ അതേപോലെ തന്നെയാണ് എല്ലാവരോടും ഞാൻ ഇതേപോലെ എന്റെ കുറെ ഫ്രണ്ട്സിന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്റെ കൂടെ ഞാൻ പഠിച്ചിറങ്ങിയിട്ടുള്ളതിൽ നിന്നും വളരെ ചുരുങ്ങിയ പെർസെന്റേജ് മാത്രമാണ് പിള്ളേർ വർക്ക് ചെയ്യുന്നത്. ബോയ്സ് തന്നെ ഒബ്വിയസ്ലി സത്യം പറഞ്ഞാൽ ബോയ്സ് കുറെ പേര് ഫെർദർ സ്റ്റഡീസിന് പോയി, കുറെ പേര് സൈറ്റ് എഞ്ചിനീയേഴ്സ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഗേൾസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് പേര് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനുള്ള പൊസിഷനിൽ ബാക്കിയുള്ള എന്റെ കൂടെ പഠിച്ചിട്ടുള്ള, അതായത് എന്റെ കോളേജിൽ പഠിച്ചിട്ടുള്ളവർ എത്തിയിട്ടില്ല. അവരും വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതും ഞാനിപ്പോ ഉള്ള ഒരു വർക്കിംഗ് പ്രൊഫഷണലായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ ട്രാൻസിഷനിലും ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ലോൺലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ലോൺലിനെസ് കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇപ്പം ഹൗസ് ഹോൾഡ്, ഇനിയിപ്പോ ഞാനൊരു വീട്ടിൽ ഇനിയിപ്പോ സ്വന്തമായിട്ട് ഞാനൊരു വീട്ടിൽ പോയി, ഞാൻ മാത്രമേ ആ വീട്ടിൽ എല്ലാ കാര്യം ചെയ്യുള്ളൂ, എനിക്ക് മെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ലോൺലിനെസ് ഒന്നും ഞാൻ ഫീൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിപ്പം എന്റെ കരിയറിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. സോ ഞാനിപ്പം എന്റെ കരിയർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് വർക്കോ ചെയ്യണം എന്ന് കരുതി അതിൽ എനിക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത്, അതായത് എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് എല്ലാ സ്റ്റുഡൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിട്ട് അവരൊരു 1 to 2 month അവർ അറ്റ്ലീസ്റ്റ് അവർ ബ്രേക്ക് ചെയ്യും. 1 year ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ആളുകൾ എന്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം. പക്ഷെ ആ ഒരു 1 to 2 month എല്ലാവരും ബ്രേക്ക് ചെയ്ത സമയത്തും ഞാൻ പക്ഷെ എന്താണ് കോഴ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്റെ സർട്ടിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ലോൺലിനെസ് ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം കോഴ്സ് രാത്രിയാണ്, സർട്ടിഫിക്കേഷൻ ചെയ്ത കോഴ്സ് എനിക്ക് ഓൺലൈൻ ആയിരുന്നു, അത് രാത്രി ഉണ്ടാവുക. എപ്പോഴും 8 to 9 അല്ലെങ്കിൽ 9 to 10 ആ ഒരു ടൈമിങ്ങിലാണ് ഉണ്ടാവാറ്. ആ സമയത്തൊക്കെ ഇപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയി, ഏകദേശം എന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ സിബ്ലിങ്സും ഏകദേശം ഒരേ ഏജ് ആണ്. സോ എല്ലാവർക്കും ഒരുമിച്ചാണ്, എല്ലാവരും കോളേജിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വെക്കേഷൻസ് വരുന്ന സമയം ഒരുമിച്ചാണ്. ഈ സ്കൂളിന്റെയും കോളേജിന്റെയും ഒക്കെ വെക്കേഷൻ ടൈം വേറെ വേറെയാണ്. സോ ഞങ്ങൾ എല്ലാവരും ഏകദേശം ഒരു ഏജ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കോളേജ്, പിന്നെ കോളേജ് കഴിഞ്ഞിട്ടുള്ളവരും. അപ്പം വർക്ക് ഇക്കാക്കയാണെങ്കിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു, ഇത്താത്ത കോളേജിലായിരുന്നു. സോ ഇവരെല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ഞാൻ ആ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന സമയം. ഇപ്പൊ രാത്രിയിൽ നമ്മളിപ്പോ ഔട്ടിങ് പോവാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിലും ഒക്കെ എനിക്ക് ഈ സർട്ടിഫിക്കേഷന്റെ ക്ലാസ് ഉണ്ടല്ലോ, പക്ഷെ എനിക്കത് ഇമ്പോർട്ടന്റ് അല്ല, എനിക്ക് ആ ക്ലാസ് കേട്ടേ പറ്റുള്ളൂ. സോ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ലോൺലിനെസ് തോന്നി. ഭയങ്കരമായിട്ടൊന്നുമില്ല, പക്ഷെ ചെറിയ രീതിയിലൊക്കെ എനിക്ക് തോന്നായിരുന്നു, ഓ ഇതിപ്പം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കും ഫ്രീ ആയിട്ട് പോയിരുന്നല്ലോ. പക്ഷെ എനിക്കിപ്പോ ആ ക്ലാസ് സത്യം പറഞ്ഞ അതിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എനിക്കിത് ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് എന്റെ ബാക്കിയുള്ള ലെഷർ ടൈം ഒക്കെ എടുക്കായിരുന്നു. പക്ഷെ ലൈവ് ക്ലാസ് കേൾക്കുന്നതാണ് നമുക്ക് എപ്പോഴും ബെറ്റർ. നമുക്ക് അതാവുമ്പോൾ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ആ ഒരു സമയത്ത് ചെറിയ രീതിയിൽ ഒരു ലോൺലിനെസ്സും ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒന്ന് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല, പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു, ആ ഒരു ഫ്രീ ടൈം എടുക്കാന്നൊക്കെ അപ്പൊ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ആ ഒരു സമയത്ത് ചെയ്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ലോൺലിനെസ് ഒന്നും ഇപ്പോഴൊന്നും തോന്നുന്നില്ല, ആ ഒരു സമയത്ത് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു.
ഇപ്പം ബേസിക്കലി ഞാൻ സ്റ്റുഡന്റ് ആയതിൽ നിന്നും ഞാൻ ഒറ്റ ട്രാൻസിഷൻ എനിക്ക് പ്രൊഫഷണൽ റോളിലേക്കാണ്. അപ്പൊ അതല്ലാത്തൊരു ട്രാൻസിഷൻ എനിക്കില്ലായിരുന്നു. കുറെ ആള് ഈ വർക്കിന് പോവാത്തവരാണ് എന്റെ ഫാമിലിയിൽ തന്നെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഫാമിലിയിൽ നിന്നൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. എന്തിനാ ഇപ്പൊ പണിക്ക് പോയിട്ട്, ഇപ്പൊ എന്താ ഹസ്ബൻഡിന്റെ അടുത്ത് ക്യാഷ് ഇല്ലേ, പിന്നെ എന്തിനിപ്പൊ നീ പണിക്ക് പോകണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളെ അടുത്ത് ഹസ്ബൻഡിന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ടൊന്നല്ല. നമ്മൾ ഒരു 1 rupees ആണെങ്കിൽ പോലും നമ്മൾ സെൽഫ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ആ ഒരു 1 rupee നമ്മൾ ഇനി എങ്ങനെ ചെലവാക്കിയാലും ഒരാൾക്ക് നമ്മളെടുത്ത് ചോദിക്കാൻ പറ്റില്ല. അവർക്കാർക്കും അതിന് ചോദിക്കേണ്ട ആ കാര്യമില്ല. കാരണം നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഏൺ ചെയ്ത കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു റോളാണ് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നമ്മളുടെ സ്കില്ലെല്ലാം ഇല്ലാതായി പോകുന്നില്ല. ഇപ്പൊ ലൈക്ക് നമ്മളൊരു സൈക്ലിംഗ് പഠിക്കുന്ന പോലെയാണ് സത്യം പറയാൻ നമ്മുടെ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ സൈക്ലിംഗ് നമ്മളിപ്പം ഒരു 1-2 വർഷം സൈക്കിൾ ഓടിച്ചിട്ടില്ല എന്ന് കരുതി ആ സൈക്കിൾ ഓടിക്കാനുള്ള സ്കില്ല് നമ്മുടെ അടുത്ത് മറന്നു പോകുന്നില്ല. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗിന്റെ കാര്യം എടുത്താൽ നമുക്ക് ചിലപ്പോൾ ഒരു ബിഗ് ബ്രേക്ക് എടുത്തെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ വർക്കിൽ മെറ്റർണിറ്റി ലീവ് കഴിഞ്ഞ് റീജോയിൻ ചെയ്യാൻ പറ്റിയത് വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ്. ഓഫീസിൽ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു 1 year ബ്രേക്ക് എടുക്കേണ്ടി വന്നേക്കാം. ആ ഒരു 1 year ഞാൻ ബ്രേക്ക് എടുത്തെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഫ്രഷ് തലയായിട്ടല്ല പോകുന്നത്. ഞാൻ എന്തൊക്കെയാണോ മനസ്സിലാക്കിയത്, എന്തൊക്കെയാണോ എന്റെ എക്സ്പീരിയൻസ്, എന്തൊക്കെയാണോ ഞാൻ പഠിച്ചിട്ടുള്ളത് അത് എന്റെ തലയിൽ തന്നെ ഉണ്ടാവും. നമ്മളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് എഞ്ചിനീയറിംഗ് സ്കില്ലിനെ എങ്ങനെ അത് പിടിച്ചു നിർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഒന്നാണ്. എന്നുവെച്ചാൽ എല്ലാം ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫാമിലി റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ട് സ്കില്ല് ഇല്ലാതായി പോകുന്നതോ അല്ലെങ്കിൽ സ്കില്ലിന്റെ ഷാർപ്നെസ് കുറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മളടുത്ത് ഇപ്പം ഒരു 2 കൊല്ലം മുന്നേ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഇക്വേഷൻ ചിലപ്പോൾ മറന്നു പോയേക്കാം. പക്ഷെ എങ്ങനെയായിരുന്നു അത് ചെയ്തതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. നമ്മളെപ്പോഴും അതൊരു ടച്ച് ആയിരിക്കും. ഇപ്പം വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ തന്നെ എന്താണ് ഇപ്പം ആ 3 months ഞാൻ ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞില്ല. ആ 3 months ഞാൻ ഗ്യാപ്പ് എടുത്തതിന്റെ ഒരു ഫീൽ എനിക്ക് റീജോയിൻ ചെയ്തപ്പോൾ ഇല്ലായിരുന്നു. കാരണം ആ ഒരു 3 months ഞാൻ തീരെ അതുമായിട്ട് കണക്റ്റഡ് അല്ലാതെ പോയിട്ടില്ല. ഞാൻ സ്റ്റിൽ അതുമായിട്ട് കണക്റ്റഡ് തന്നെയായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജസ് വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കൊളീഗ്സ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ആ ഒരു സമയത്ത് സോറി ഞാൻ ലീവിലാണ് എനിക്കിതിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവർ എന്റെ അടുത്ത് വർക്ക് തരുന്നതല്ല, ഞാൻ അങ്ങോട്ട് ഇൻവോൾവ് ആവുന്നതാണ്. കാരണം ആ ഒരു ടച്ച് നമ്മൾ വിട്ടുപോയാലോ എന്നുള്ള ടെൻഷൻ കൊണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു എങ്ങനെ ബാലൻസ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് എനിക്ക് തോന്നില്ല. ഞാനെല്ലാം ഒന്നും തന്നെ വിട്ടു. അത് നമ്മുടെ ഉള്ളിലുള്ള സാധനമാണത്. ഇപ്പൊ നമ്മളുടെ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിനത് അപ്പൊ നമ്മൾ എപ്പോഴാണോ ഇല്ലാതെ വന്നത് അപ്പോഴേ നമ്മുടെ ഈ സ്കില്ല് കാര്യങ്ങളെല്ലാം പോകുന്നുള്ളൂ. നമ്മളത് എപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്ന് കരുതി അത് മറന്നു പോകാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് കണക്റ്റഡ് ആയിട്ട് നിന്നാൽ മാത്രം മതി. വിസയുടെ റെസ്ട്രിക്ഷൻസ് പറയുകയാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് ഞാൻ ഖത്തറിൽ പോയിട്ടുണ്ടായിരുന്നു. വർക്ക് വർക്ക് നോക്കാൻ വേണ്ടിയിട്ട് ജോബ് സീക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഹയാക്കാർഡിലാണ് പോയത്. അപ്പം ഹയക്കാർഡ് ഓൾറെഡി ഉള്ളത് കൊണ്ട് അതിൽ വിസിറ്റ് പോലെ പോയി. ആ ഒരു സമയത്ത് 1-2 ഇന്റർവ്യൂസ് വന്നെങ്കിൽ പോലും അതിലെല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഹയയിലുള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതല്ലെങ്കിൽ വേറൊരു കേസിൽ ഇന്റർവ്യൂവിന്റെ ആള് വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആയപ്പോഴാണ് അവര് പറയുന്നത് വിസ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കമ്പനി പ്രൊവൈഡ് ചെയ്യില്ല വിസ, ഓൾറെഡി ഫ്രീ വിസ വേണം. എന്നിട്ട് പിന്നെ കമ്പനിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആ ഒരു ഫ്രീ വിസ അവര് പിന്നെ ജോബ് വിസയിലേക്ക് മാറ്റി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ ഒരു കരിയറിൽ തന്നെയുള്ള ഒരു ടേണിംഗ് പോയിന്റിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മിഡിൽ ഈസ്റ്റ് പോയതെങ്കിൽ പോലും എനിക്ക് ആ ഒരു സമയത്ത് വലിയൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ് അവിടെ വന്നത്. ഇപ്പൊ ഫ്രീ വിസ എടുത്ത് പോവുകയാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഫ്രീ വിസ അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ നമ്മൾ കുറെ ഏജന്റുമാര് വഴി അങ്ങനെയൊക്കെ ആയിരുന്നു ഫ്രീ വിസ എടുക്കാനുള്ളത്. അതും നമ്മളെ പ്രൊഫഷന്റെ ഇതിൽ കിട്ടില്ല. നമുക്ക് വളരെ താഴ്ന്ന പ്രൊഫഷനുള്ള രീതിയിലായിരിക്കും നമുക്ക് ഫ്രീ വിസ വരുന്നത്. അപ്പം ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ വലിയൊരു റെസ്ട്രിക്ഷൻ ആ ഒരു സമയത്ത് ഞാൻ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം അവിടെ ഞാൻ CV കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തപ്പോ നമ്മളെ അറിയുന്ന ഒരാളുടെ ഒരു ഫ്രണ്ട് റിലേറ്റീവിന്റെ കമ്പനി, അവർ വർക്ക് ചെയ്യുന്ന കമ്പനി ആയിരുന്നു. സോ എലിജിബിൾ ആണെന്ന് അവർ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് എന്റെ പ്രൊഫഷണൽ ആയിക്കോട്ടെ എന്റെ എക്സ്പീരിയൻസ് ഇതെല്ലാം എലിജിബിൾ ആയിരുന്നിട്ട് പോലും എനിക്ക് ആ ഒരു സമയത്ത് അവിടെ വർക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് ആ ഒരു ജോബിന്റെ വിസയുടെ റെസ്ട്രിക്ഷൻസ് കാരണമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
എന്ത് കോഴ്സ് എടുത്താലും എഞ്ചിനീയറിംഗ് കോഴ്സ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഞാൻ മെഡിക്കൽ ആയിരുന്നു എന്റെ എയിം. പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് മെഡിസിന് പോവാനായിരുന്നു. ആ ഒരു സമയത്ത് എങ്ങനെയോ തട്ടിമറിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എത്തിപ്പെട്ടത്. എനിക്ക് തീരെ എഞ്ചിനീയറിംഗ് താല്പര്യമില്ലായിരുന്നു. എന്റെ വീട്ടില് ഉപ്പ എഞ്ചിനീയറാണ്, ഇക്കാക്ക എല്ലാവരും താത്ത ആർക്കിടെക്ട്, എല്ലാം നമ്മളൊരു എഞ്ചിനീയറിംഗ് ഫാമിലി ആയിട്ട് പോലും എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ചേർന്ന സമയത്തും എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് എഞ്ചിനീയർ ആയി ആ ഒരു സമയത്ത് എനിക്ക് താല്പര്യമില്ലാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കാണുന്നത് ഇപ്പം എഞ്ചിനീയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു സൈറ്റിൽ പോവാ, അല്ലെങ്കിൽ നമ്മൾ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നില്ല, അത് മാനേജ് ചെയ്യുന്നു, നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് സിവിൽ എഞ്ചിനീയർ ചെയ്യാന്നുള്ള ഒരു ചിന്താഗതി ആയിരുന്നു. അപ്പൊ എനിക്ക് തീരെ ആ ഒരു സൈറ്റിൽ പോയിട്ടുള്ള വർക്ക് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ ഞാൻ എഞ്ചിനീയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ നമ്മൾ PH ഒക്കെ എഴുതി ഗവൺമെന്റ് കിട്ടിയാൽ പോലും അതിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആ ഒരു വർക്കിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇയറിൽ കയറി. പിന്നെ നമ്മളിപ്പോ ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ പഠിക്കും. അങ്ങനെ നമ്മൾ പഠിച്ച് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി. സത്യം പറഞ്ഞാൽ ഫോർത്ത് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും എൻജോയ്മെന്റ് ആയത് എന്റെ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ. അതല്ലാതെ ഞാനൊരു പക്ക സിവിൽ എഞ്ചിനീയർ ചെയ്യുന്ന ഡ്യൂട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കാതെ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാതെ എത്തിപ്പെട്ടതാണ് എഞ്ചിനീയറിംഗ് ഫീൽഡ്. ആ ഒരു ഫീൽഡിൽ എത്തിയപ്പം അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി എന്തായാലും എത്തിപ്പെട്ടു. പിന്നെ നമ്മൾ അത് പഠിക്കാന്നുള്ള രീതിയിൽ പഠിച്ചു മുന്നോട്ട് വന്നിട്ട് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടിയത് എനിക്ക് ആ ഒരു പ്രൊഫഷനിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത്, എങ്ങാനും ഞാൻ അത് അപ്പൊ റെക്കഗ്നൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ അന്നേരം അവിടെ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെയിലായിരുന്നു എത്തുകയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. മെഡിക്കൽ ഫീൽഡൊക്കെ നമ്മൾ ആഗ്രഹമായിരുന്നു അതൊക്കെ, പക്ഷെ അതൊന്നും എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ട്, ഐ മീൻ എത്തിപ്പെട്ടത് എങ്ങനെയോ ആണെങ്കിൽ പോലും ഇപ്പം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അത് നമ്മൾ അന്ന് തിരിച്ചറിഞ്ഞ്. ഇപ്പൊ എന്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ ഉപ്പ പറഞ്ഞതാണ് നമുക്ക് എഞ്ചിനീയറിംഗിന് പോവാം. അപ്പൊ അന്ന് ഉപ്പ അത് റെക്കഗ്നൈസ് ചെയ്തത് കൊണ്ട് ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒബ്വിയസ്ലി യെസ്. ഒരു സർട്ടിഫിക്കേഷൻ എടുത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ എടുത്തതിന്റെ ബലത്തിലാണ്. എനിക്ക് ബാച്ചിലർ ഡിഗ്രി വേണമായിരുന്നു, പ്ലസ് ആ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി ഞാനിപ്പം CBGയിൽ ഞാൻ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു കോഴ്സിന് ഞാൻ ചേരുന്നു. ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഇന്റേണലി ഒരു ഇന്റർവ്യൂ വരികയാണ്. നമ്മൾ ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൽ നിന്ന് ഓൾറെഡി അവർ നമ്മളടുത്ത് കോഴ്സിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബെസ്റ്റ് 10% സ്റ്റുഡൻസിനെ അവർ അവരുടെ കമ്പനി തന്നെ ഹയർ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് കോഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്റേണൽ ഒരു ഇന്റർവ്യൂ വരുന്നു. ഞാൻ കോഴ്സ് ചെയ്ത് തീരുന്നതിന് മുന്നേ ഞാൻ അവിടെ പ്ലേസ്ഡ് ആവുന്നു. ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോഴ്സ് ചെയ്ത സെയിം കമ്പനിയിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് എന്റെ ഫ്യൂച്ചർ, എന്റെ കരിയറിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തത് കൊണ്ടാണ് എന്റെ പ്രൊഫഷണൽ കരിയറിൽ എനിക്ക് ഇത്രത്തോളം മുന്നോട്ട് എത്താൻ പറ്റിയത്. സോ അത് എന്റെ ഒരു മൈൽ സ്റ്റോണിൽ തന്നെ കൂട്ടാവുന്നതാണ്. ആ ഒരു സർട്ടിഫിക്കേഷൻ ഞാൻ എടുത്തതും അതേ കമ്പനിയിൽ തന്നെ ഞാൻ പ്ലേസ്ഡ് ആവുന്നു. സർട്ടിഫിക്കേഷൻ തീരുന്നതിന്റെ മുന്നേ, അതായത് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ പ്ലേസ്ഡ് ആവുന്നു, അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. ഇപ്പം വൺ ഓഫ് ദ സീനിയർ എംപ്ലോയീസ് ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയനും പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഹൗ തിങ്സ് ടേൺഡ് ഔട്ട് ഫോർ മീ. ഒരുപാട് പേർക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറെ പേർക്ക് ഇതുമായിട്ട് യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈവൻ മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ. ഞാൻ ഈ വിഷയത്തിൽ വളരെ പാഷനേറ്റ് ആണ്. നിങ്ങളുടെ ഒപ്പീനിയനും പേഴ്സണൽ എക്സ്പീരിയൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമന്റിൽ അറിയിക്കും.